എല്ലാ ന്യൂ ഇയറും ഞങ്ങൾക്കൊരു സ്പെഷ്യലാണ്. കാരണം രമേശേട്ടൻ്റെ ബർത്ത്ഡേ ആണ് January 1st ഡേറ്റ് ഓഫ് ബർത്ത്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യത്തെ ന്യൂ ഇയറും ബർത്ത്ഡേയും കൂടെ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. ഇപ്രാവശ്യത്തെ 2018 ന്യൂ ഇയറിന് രമേശേട്ടൻ്റെ അച്ഛനും അമ്മയും അമ്മമ്മയും എല്ലാവരും വന്ന കാരണം നല്ല അടിപൊളി ന്യൂ ഇയർ ആയിരുന്നു. ഹാപ്പി ന്യൂ ഇയർ. 2018 സ്റ്റാർട്ട് ചെയ്തത് ഒരു ട്രിപ്പോട് കൂടിയിട്ടാണ്. അച്ഛനമ്മയും എല്ലാവരും വന്ന കാരണം ഞങ്ങൾ ഒരു അജന്ത എല്ലോറ ട്രിപ്പാണ് പോയത്. മുംബൈയിൽ നിന്ന് ഒരു 10 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. അന്ന് അജന്ത സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് അജന്ത കേവ്സ് കണ്ട് എല്ലോറ കേവ്സിൽ പോയി. അത് കണ്ട് പിന്നെ ഞങ്ങൾ വരുന്ന വഴിയാണ് ഷിർദി, പിന്നെ ശനി സിംഗ്നാപൂർ എന്ന് പറഞ്ഞ കുറേ ത്രയംബകേശ്വർ, കുറേ അമ്പലങ്ങളും കുറച്ച് പിക്നിക് സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കണ്ട് ഒരു 2 days ട്രിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. 2 ഗുഡ് ന്യൂസുകൾ കൊണ്ടായിരുന്നു 2018 സ്റ്റാർട്ട് ചെയ്തത്. January 22 ഇൻട്രാ ലെവൽസ് പെൽക്വസ്റ്റ് കോമ്പറ്റീഷനിൽ മിത്ര ടോപ്പ് സ്കോറർ ആയിരുന്നു. തൊട്ട് പിറകെ 26 ജാനുവരിക്ക് അബാക്കസ് കോമ്പറ്റീഷനിൽ മിത്ര നാഷണൽ ചാമ്പ്യനുമായിരുന്നു. മാർച്ചിലെ ഹോളി സെലിബ്രേഷനോട് കൂടിയിട്ടാണ് ഫെസ്റ്റിവൽസ് സ്റ്റാർട്ട് ആവുന്നത്. മിത്രയും ഫ്രണ്ട്സും കൂടെ നല്ല തകർപ്പൻ ഹോളി സെലിബ്രേഷൻ ആയിരുന്നു. നല്ലൊരു വിഷുക്കണി ഒരുക്കിയിട്ട് ഇപ്രാവശ്യത്തെ വിഷു ആഘോഷിച്ചു. April 20th ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. സാധാരണ ആനിവേഴ്സറിക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ തരാറുണ്ട്. ഇപ്രാവശ്യം രാവിലെ നേരത്തെ എണീറ്റിട്ട് വിളിപ്പിച്ചു നമുക്കൊരു ട്രാവലിംഗ് പോകണം എന്നുള്ളത്. അങ്ങനെ പോയി അവിടെ എത്തി റിസോർട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ഇപ്രാവശ്യത്തെ സർപ്രൈസ് എന്നുള്ളത്. ഓൾറെഡി മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റിസോർട്ട്. ഇപ്രാവശ്യത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഞങ്ങൾ ഈ റിസോർട്ടിലായിരുന്നു. ഇത് ലോണാവാലയിലെ അപ്പർ ഡെക്ക് എന്ന് പറയുന്ന റിസോർട്ടാണ്. May 1 ഞങ്ങൾ വെക്കേഷന് നാട്ടിലെത്തി. നല്ല ചക്കയും മാങ്ങയൊക്കെ ഉള്ള കാലമായിരുന്നു. കുറേ കഴിച്ച് അടിച്ചു പൊളിച്ചു. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് കുറേ കാലത്തിന് ശേഷം സ്കൂൾ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി. 10th ശേഷം ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ കോളേജ് ഫ്രണ്ട്സിനെയും മീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ പഠിച്ച സ്കൂള് പെദനി സെൻറ്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളായിരുന്നു കുന്നംകുളത്ത്. രമേശേട്ടൻ്റെ തറവാട്ടിലൊരു കുടുംബസംഗമം ഒത്തുകൂടലുണ്ടായിരുന്നു. അമ്മയുടെ പൂന്തോട്ടത്തിലെ പൂക്കളാണിത്. വെക്കേഷൻസിന് മാത്രമാണ് എല്ലാവരും കൂടെ ഒരു ഒത്തുചേരൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ എൻ്റെ അനിയത്തി ബാംഗ്ലൂരിൽ നിന്ന് വെക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയി കുമരകത്ത്. അവിടെ ഒരു റിസോർട്ടിലായിരുന്നു പോയിരുന്നത്. ഈ സമയത്ത് മാത്രമാണ് എല്ലാവരും കൂടെ ഉള്ള ഒരു ഗെറ്റ് ടുഗെദർ എന്ന് പറയുന്ന പോലെ ഉണ്ടാവാറുള്ളൂ. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഗെയിമാണ് ഡംഷൻ ആർട്സ്. വെക്കേഷന് നല്ല വേനൽ മഴ ആസ്വദിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. വീട്ടിൻ്റെ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് മഴ കാണുന്ന ഒരു സുഖം. ഓഗസ്റ്റിൽ നമ്മുടെ ഫുഡ് വേൾഡ്, സ്വപ്നാസ് ഫുഡ് വേൾഡ് 50,000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഓഗസ്റ്റിലെ ഒരു മാസം ഫുള്ള് ഓണസദ്യ വിഭവങ്ങളായിരുന്നു. ഇപ്രാവശ്യം സ്വപ്നാസ് ഫുഡ് വേൾഡിൽ എല്ലാ ദിവസവും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇപ്രാവശ്യം ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം മലയാളികൾക്ക് വന്നത്. ഫ്ലഡ്. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സംഭവമാണ് ഈ വർഷം ഉണ്ടായത്. കേരളത്തിൽ ആകെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ പോയത്. നാട്ടിലേക്ക് വരണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഫ്ലഡൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ വന്നു. രമേശേട്ടൻ്റെ സിസ്റ്ററും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് മിത്തൂന് ഇവരൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അവർ ആ സമയത്താണ് നാട്ടിലേക്ക് വെക്കേഷന് വരിക. അപ്പോൾ എല്ലാവരും കൂടെ കൂടി കുട്ടികളെല്ലാവരും കൂടെ ഒത്തുകൂടാനുള്ള ഒരു അവസരം കിട്ടി. കാണണം കാന്ത പൂരമെനിക്കൊന്നു കാണണം കാന്ത പൂരമെനിക്കൊന്നു കൂടണം കാന്ത പൂരമെനിക്കൊന്നു കൂടണം കാന്ത തിമിലയെനിക്കൊന്നു കാണണം കാന്ത തിമിലയെനിക്കൊന്നു കാണണം കാന്ത തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്ത കാന്ത
കുറച്ച് ദിവസത്തെ വെക്കേഷനിൽ 2 വീട്ടിലും അടിച്ചു പൊളിക്കാൻ പറ്റി. എല്ലാവരും ഉണ്ടായിരുന്നു, കസിൻസും എല്ലാവരും വന്ന ടൈമായിരുന്നു. അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തു ആ ഒരു കുറച്ച് ദിവസം. സ്വപ്നാസ് ഫുഡ് വേൾഡിന്റെ വക എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ചെറിയ പാർട്ടി കൊടുത്തതാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് മണ്ണപ്പം ചുട്ടി കളിച്ച പോലെ തന്നെ ഇവിടെ മക്കളും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മണ്ണപ്പം ചുട്ടി കളിയാണ് ഫേവറേറ്റ്. നമ്മുടെ പോലെയല്ല, ന്യൂജൻ ഡിഷുകളാണെന്ന് മാത്രം. ഇതെന്താണിത്? മണ്ണപ്പം? നാടൻ ചിക്കൻ കറിയോ? ഏതാണ് നാടൻ ചിക്കൻ കറി? ഏതാണിത്? അതെന്താ? അച്ഛൻ്റെ തറവാട്ടിൽ എല്ലാവരും കൂടെ ഒരു ഒത്തുചേരൽ. കുട്ടികളാണ് വെക്കേഷൻ ശരിക്കും എൻജോയ് ചെയ്യുന്നത്. ഇവരെ കൂട്ടി പുറത്ത് പോവുക, ഇവരായിട്ട് കറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ജോലി. അപ്പോൾ മിഥുനൊക്കെ ശരിക്കും വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമാണ്. അവൾക്ക് നാട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ ഇഷ്ടമല്ല. കാരണം ഇത്രയും കസിൻസും ഇത്രയും പേര് ഒക്കെ അവളുടെ കസിൻസാണ്. അപ്പം എല്ലാവരും കൂടി കൂടുന്ന സമയമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അവർ ശരിക്കും മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഈ പ്രാവശ്യത്തെ രക്ഷാബന്ധൻ സെലിബ്രേഷൻ നാട്ടിലായിരുന്നു. 2018 ഫ്ലഡിന് ശേഷം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കരങ്ങിയിട്ടുള്ള ഒരു നിമിഷമായിരിക്കും നമ്മുടെ ബാലുചേട്ടൻ നമ്മളെ വിട്ട് പോയത്. ഞാൻ 2015 അദ്ദേഹത്തിൻ്റെ കൂടെ എടുത്ത സെൽഫിയാണത്. പേഴ്സണലി എനിക്ക് വളരെയധികം ജീവിതത്തിൽ തന്നെ ഇത്രയും വിഷമം എന്നുള്ളൊരു സന്ദർഭം എന്ന് പറയുന്ന പോലെ അത്രയും ഇഷ്ടമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ, കൺഫ്യൂഷൻ ബാൻഡ് വന്ന കാലം മുതൽ എനിക്ക് ഒരു തരം പ്രാന്ത്, അത്രയും ക്രേസ് ആയിരുന്നു ബാലുചേട്ടൻ്റെ ഷോസ് എന്നുള്ളത്. ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതുപോലെ ഞാൻ മുംബൈയിൽ ഒരുപാട് പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒന്നും ഇതുവരെ കാണണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു പ്രോഗ്രാം, ബാലുചേട്ടൻ്റെ ഒരു പ്രോഗ്രാം കാണണം അത്രയും വാശി പിടിച്ച് ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. വളരെ സന്തോഷമായി. 2-3 മണിക്കൂർ എനിക്ക് ആ ഷോ കാണാൻ പറ്റിയതിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു, എനിക്കത് പറയുമ്പോൾ തന്നെ എനിക്കറിയില്ല, അത്രയും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ വൈഫിനും വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും മാറി മാറി വരും എന്ന് പറയുന്ന പോലെ തന്നെ ഒക്ടോബറിലെ മിത്രകുട്ടിക്ക് സ്പെൽ ക്വസ്റ്റിൻ്റെ നാഷണൽ ചാമ്പ്യൻ അവാർഡ് കിട്ടി. ഫുഡ് വേൾഡിലെ നവംബറിൽ ഞങ്ങൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും. പിന്നെ ഇതല്ലേ ഞാനിവിടെ 10 കൊല്ലായി വന്നിട്ട്. നാട്ടിൽ വല്ലവരെയും കട്ടിട്ടോ കൊന്നിട്ടോ ചാടി പോകുന്നതാണോ? നാട്ടിൽ നിന്ന് പറ്റിച്ചു പോകുന്നതോ? ഞാനോ? എന്നെ ഒരാൾ പറ്റിച്ചു പോകുന്നതാ? ആരാന്നറിയണ്ടേ നിങ്ങൾക്ക്? അധോലോകത്തിലേക്ക് ക്ഷണിക്കാൻ അവിടെ ദാതയാകാം. ദാദോങ്ക ദാദാ, വല്ലഭനക്ക് വല്ലഭൻ, ദാദോങ്ക ബീച്ച് മേ ഏക് ബഡാ ദാദാ. കൊല്ലം കോരായാലും മുംബൈയില് എത്ര വമ്പന്മാരെ കണ്ട് ആരൊക്കെ വന്ന് പോയി. വെറുതെ പറയണതാട്ടോ, ഇവിടെയൊക്കെ നല്ല ആളുകളാണുള്ളത്. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്. കഴിഞ്ഞോ നിങ്ങളുടെ അധോലോകവും ദാതയും എല്ലാതും? കണ്ടു ഞാൻ
നാം ഹൃദയം ഓ കേട്ടു ഞാൻ മൊഴികളിൽ പിടി കാവലായി വഴി തേടണം ഒരു നവംബർ മാസം മുംബൈയിൽ ഫെസ്റ്റിവൽസ് ആണ്. നവരാത്രി, ദിവാലി, ദാണ്ടിയ നല്ല രസമാണ്. ദാണ്ടിയ കാര്യങ്ങളൊക്കെ. ഇപ്രാവശ്യം ദിവാലിക്ക് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടെ ആയ കാരണം നല്ല രസമായിരുന്നു. അപ്പോൾ ഇതാ അച്ഛൻ, അമ്മ, അമ്മേ ഹായ്, അച്ഛ മിത്തുസ്. അപ്പോൾ അച്ഛനമ്മയ്ക്കുള്ള കാരണം ഞങ്ങൾ കുറച്ച് ട്രിപ്പുകളൊക്കെ പോയിരുന്നു. മിത്തുക്കുട്ടിയുടെ ബർത്ത്ഡേ ഞങ്ങൾ ഇപ്രാവശ്യം ഒരു ക്യാമ്പിലായിരുന്നു ആഘോഷിച്ചിരുന്നത്. ബാൻഡ് ക്യാമ്പ് എന്ന് പറഞ്ഞത്. ഞങ്ങളൊരു നൈറ്റ് ഔട്ട് സ്റ്റേ ആയിരുന്നു അവിടെ. നല്ല രസമുള്ള ഒരു ക്യാമ്പായിരുന്നു. കുറേ ആക്ടിവിറ്റീസും ഫണ്ണും ഗെയിംസും പിന്നെ ടെൻറ്റിലായിരുന്നു. ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു ടെൻറ്റിൽ താമസിക്കുക എന്നുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. നവംബറിൽ സ്വപ്നാസ് ഫുഡ് വേൾഡ് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഒപ്പം തന്നെ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. നവംബറിൽ മിത്ര അബാക്കസ് കോമ്പറ്റീഷൻ പൂനെയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. നാഷണൽ ലെവലിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിരുന്നു. അങ്ങനെ 2018 നവംബർ 17 അത് സംഭവിച്ചു. ഹായ്, വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. ഡിസംബർ 2018 സ്വപ്നാസ് ഫുഡ് വേൾഡ് എന്ന് പറയുന്ന ചാനലിന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയതാണ്. അത് വളരെ സന്തോഷം നിറങ്ങിയൊരു നിമിഷമായിരുന്നു. ക്രിസ്മസ് നല്ലൊരു ഔട്ടിങ്ങും അതുപോലെ ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ആഘോഷിച്ചു. ഇനി ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ 2018. എൻ്റെ ജീവിതത്തിൽ 2018 സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു വർഷമായിരുന്നു 2018. അപ്പോൾ ഇനി 2019 വരാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ 2018 ആസ് എ യൂട്യൂബർ എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ഞാൻ 2017 നവംബറിലാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് 2018 ആകുമ്പോഴേക്കും 2 ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടി, സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. ഈ ഒരു വർഷം എല്ലാ നല്ല കാര്യങ്ങളും യൂട്യൂബറായിട്ട് എനിക്ക് നല്ലൊരു കാര്യങ്ങളാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ ഞാനത് തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആവുന്നോ ഇത്രയും നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. ഇതിപ്പോൾ ശരിക്കും ഒരു ജോലി പോലെ, അതായത് ഇതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ യൂട്യൂബ് എന്നുള്ള സംഭവം. ദിവസത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമായി. അപ്പോൾ നല്ലൊരു വർഷമായിരുന്നു ആസ് എ യൂട്യൂബർ എന്നുള്ള രീതിയിൽ. അതുപോലെ 2019ഉം 2020 എല്ലാ വർഷവും ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നല്ല രീതിയിൽ പോകാമല്ലേ. അപ്പോൾ ഇനിയും 1 lakh എന്നുള്ള 2 lakhും 3 lakhും ഒക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ സ്വപ്നാസ് വണ്ടർലാൻഡും 2019 നല്ല സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഒക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലും എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ വരട്ടെ അല്ലേ. 2019 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സ്വപ്നാസ് വണ്ടർലാൻഡിന്റെ വകയും സ്വപ്നാസ് ഫുഡ് വേൾഡിന്റെ വകയും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. ബൈ.